നിരിവേട്ട കണ്ടിരുന്നു. മലയാളത്തിലെ അടുത്ത റെക്കോർഡ് അടിക്കാൻ 100% ചാൻസ് ഉള്ള ഒരു പക്ക പൊളിറ്റിക്കൽ ജോണർ മൂവി. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും കൊടികളും ഒന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ സിനിമ. സിനിമ പൊളിറ്റിക്സ് ആണോ എന്നാ കാണാനില്ല എന്ന് പറയുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കൂ. പൊളിറ്റിക്സ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ എന്താണോ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നല്ലൊരു പാട്ട്, കഥ, ഫൈറ്റ്, ഇതൊക്കെയല്ലേ? എന്നാൽ ഇതൊക്കെയുള്ള ഒരു സാധാരണക്കാരന്റെ കഥ കൂടിയാണ് നരിവേട്ട. ടോവിനോയെ കണ്ട് ടിക്കറ്റ് എടുത്തവർ പറയുന്നത് ഇതൊരു ടോവിനോ തോമസ് സിനിമയല്ലെന്ന, ഇതൊരു അനുരാജ് മനോഹർ സിനിമയാണ്. അത്രയും മതിയല്ലോ അതിന്റെ ഒരു റേഞ്ച് അറിയാൻ. അതും ഒരു റിയൽ ഇൻസിഡന്റ് സ്റ്റോറി. മലയാളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയ സിനിമ. എന്നാൽ എല്ലാ വിഭാഗക്കാർക്കും ഒരു പ്രത്യേക സംതൃപ്തി നൽകാൻ ഈ പൊളിറ്റിക്കൽ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ സിനിമകളിലൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലെന്നൊരു ധാരണ നമുക്കിടയിൽ ചിലർക്കെങ്കിലൊക്കെ ഉണ്ടാകും, അല്ലെ? നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ താല്പര്യം ഇല്ലാതാക്കണ്ട, അതുമല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്നവർ ക്രൂശിക്കപ്പെടും എന്നൊക്കെയുള്ള തോന്നൽ കൊണ്ടാവാം, അല്ലെ? അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് പോലെ ഞങ്ങളൊക്കെ സിനിമ കാണാൻ വരുന്നത് കുറച്ചു നേരം എൻജോയ് ചെയ്യാനാ, അപ്പോൾ നിങ്ങളുടെ ഈ പക്ക പൊളിറ്റിക്സ് ഒക്കെ കൊണ്ടുവന്ന ബോറടിക്കില്ലേ? എന്നാൽ അത്തരം തോന്നലുകളൊക്കെ മാറ്റിമറിച്ച സിനിമ കൂടിയാണ് നരിവേട്ട. ഇവിടെ രണ്ടും ഉണ്ട് കേട്ടോ, കമേഴ്ഷ്യലും ഉണ്ട്, പൊളിറ്റിക്സും ഉണ്ട്. നമുക്ക് ചുറ്റും എന്താ നടക്കണേന്ന് അറിയാൻ ഇങ്ങനെയുള്ള സിനിമകളും കണ്ടിരിക്കണമെന്നേ. അല്ലെങ്കിലേ നാളെ നമ്മളെയൊക്കെ ഭരിക്കുന്നവർക്ക് എന്തു ചെയ്യാനും നമ്മൾ ലൈസൻസ് കൊടുക്കണ പോലെയാവും ഈ വോട്ട് കൊടുക്കുന്നത്. കം ടു ദ സിനിമ. ഇതൊരു ആദിവാസി സമൂഹത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. അധികം ആരും കൈവയ്ക്കാത്തൊരു സംഭവം. അതെടുക്കാൻ സംവിധായകനെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? 2003 വയനാട്ടിലെ മുത്തങ്ങ. കരാർ പ്രകാരം ഭൂമി അനുവദിക്കുന്നതിൽ അന്നത്തെ സർക്കാർ കാലതാമസം വരുത്തിയതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ആദിവാസികൾ മുത്തങ്ങയിൽ ഒത്തുകൂടി പ്രതിഷേധിച്ചിരുന്നു. കുട്ടികളും സ്ത്രീകളും അടക്കം സമരമിരുന്നു. പ്രതിഷേധത്തിനിടെ കേരള പോലീസ് 18 റൗണ്ട് വെടിയുതിർത്തു. ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ അന്നടിച്ചമർത്തിയത് പിന്നോക്കക്കാരായ ഒരു കൂട്ടം കാടിന്റെ മക്കളെ. കേരളത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ സർക്കാർ നടപടി. അതിന്റെ ബാക്കിയായി ഇന്നും ആ ചോരമണക്കുന്ന മണ്ണിൽ അവശരായി ജീവിക്കുന്നത് കുറെ രക്തസാക്ഷികളും. AK ആന്റണി സർക്കാർ അന്ന് ആ പാവങ്ങൾക്കെതിരെ ചുമത്തിയത് ഇല്ലാത്ത കേസുകളായിരുന്നു. അന്ന് സർക്കാർ നൽകിയ വിശദീകരണത്തിൽ 5 പേര് മാത്രമാണ് ആ കൂട്ടത്തിൽ പോലീസ് വെടിയേറ്റ് മരിച്ചത്. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ആ ഡാറ്റ മുഴുവൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നരിവേട്ട എന്ന സിനിമ. സ്വന്തം മണ്ണിൽ ജീവിക്കാൻ അവകാശ സമരത്തിന് പുറപ്പെട്ട ഒരു ജനതയുടെ ജീവിതവും നിസ്സഹായാവസ്ഥയുമാണ് സിനിമ പറയുന്നത്. അതിനപ്പുറം അന്ന് ആരും അറിയാതെ പോയ പോലീസിന്റെ കൊടും ക്രൂരതകളും. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കുന്ന ഒരു സമൂഹം ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. കച്ചവട സിനിമകൾ മാത്രം കണ്ട് ആസ്വദിക്കാതെ ചുറ്റും നടക്കുന്ന സാമൂഹിക വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തി പ്രേക്ഷകന് മുന്നിൽ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമ അനുഭവം നൽകാൻ സംവിധായകൻ കാണിച്ച കഴിവ് അതെടുത്ത് തന്നെ പറയണം. അതും ഇത്രയും സെൻസിറ്റീവ് സബ്ജക്റ്റിൽ. ഈ അടുത്ത കാലത്ത് മലയാള സിനിമ കുറച്ച് റിയലിസ്റ്റിക് ആണല്ലേ? എമ്പുരാൻ സിനിമയുടെ പേരും അതിൽ എടുത്തു പറയേണ്ട ഒന്നും തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു സാമൂഹിക വിഷയം തന്നെയാണല്ലോ അവിടെയും അവതരിപ്പിച്ചത്. പലരും മറന്നു പോകുന്ന അല്ലെങ്കിൽ കുഴിച്ചുമൂടുന്ന ഇത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയുള്ളവരാണ് ഇന്നും നമ്മളെ ഭരിക്കാൻ അവസരം കാത്തിക്കിടക്കുന്നതെന്ന് പുതിയ തലമുറ കൂടി അറിയട്ടെന്നേ.